നട്ടുച്ച നേരത്ത് വിശന്ന് പണ്ടാരമടങ്ങിയിരുന്നപ്പം എനിക്കൊരു കേരള ഫുഡ് കഴിക്കാനൊരു മോഹം. അപ്പം ഞാൻ നേരെ തിരിച്ചു ജസ്റ്റ് കേരള. ഇത് ഓഫീസിൽ നിന്ന് വെറും 5 മിനിറ്റുള്ള ദൂരത്തിലാണ്. നല്ല കേരള ഫുഡ് ഇവിടെ കിട്ടുന്നതാണ്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചക്കാല അന്തേരി. എൻട്രി അടിക്കുമ്പോൾ തന്നെ പലതരം പാർസലുകൾ അവിടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. ഇത് നമുക്ക് റെഡി ടു ഈറ്റ് ഫുഡാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് എൻട്രി അടിച്ചപ്പോൾ തന്നെ പലതരം വിഭവം അടിപൊളിയായിട്ട് അവർ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള വിശപ്പും കൂടെ നല്ലോണം കൂടും. മെനു ഒക്കെ നോക്കി വിശപ്പൊക്കെ കൂടി. പിന്നെ ഒന്ന് തിരിച്ചു മറിച്ച് ഞാൻ മെനു ഒക്കെ ഒന്ന് നോക്കി. അതിനകത്ത് മട്ടൻ, ചിക്കൻ, തോരൻ, പരിപ്പ്, കടലക്കറി എല്ലാ തരം വിഭവം ഈ മെനുക്കകത്തുണ്ട്. പിന്നെ വിലകൾ ഇച്ചിരി നോക്കുമ്പം പ്രൈസ് വൈസ് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ എന്നാലും എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല. അതുപോലെ അടിപൊളി ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമാണ്. എനിക്ക് വേണ്ടിയത് പരിപ്പ് കറി. ഞാനത് ചൂസ് ചെയ്തു. അപ്പം ഞാനത് നമ്മുടെ മലയാളികളാണ് വെയിറ്റർ സ്റ്റീവേർഡ് എല്ലാം. അവരോട് ചോദിച്ചു, എനിക്ക് പരിപ്പ് കറി മതി, ബീഫോ ചിക്കനോ ഏതായാലും ഒന്നും വേണ്ട. പരിപ്പ് കറി ഏതായാലും ഇല്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വേണമെങ്കിൽ നല്ല ഇലയിട്ടൊരു സദ്യ തരാം. അപ്പം ഞാൻ പറഞ്ഞു അതും ഓക്കെ, ഏതായാലും നമുക്ക് കേരള ഫുഡാണല്ലോ. അതിപ്പം പുതിച്ചോറായാലും ഇലയിൽ വിളമ്പിയാലും എല്ലാം ഒരുപോലെ. ഇലയൊക്കെ വിളമ്പി നല്ല വൃത്തിയാക്കി ടേബിളിൽ സെറ്റാക്കി. ഇലയിട്ട് ആദ്യം വന്നത് നല്ല ചൂട് രസവും നല്ല തണുത്ത മോരും. പിന്നെ വന്നത് പുളിഞ്ചി. അതിൻ്റെ അപ്പുറത്തുള്ളത് തേങ്ങ ചമ്മന്തി. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് നല്ല ചീരത്തോരൻ. പിന്നെ അവിയൽ, നല്ല പാവയ്ക്ക കൂട്ടുകറി. സംഭവം കൂടുതലൊന്നുമില്ല, എന്നാലും നല്ല ഉള്ളത് നല്ല ഡീസൻ്റായിട്ടും ക്വാണ്ടിറ്റി വൈസുമുണ്ട്. പിന്നെ സാമ്പാറും നല്ല നാട്ടരി ചോറും. ഇതാണ് ഓവറോൾ സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ മുംബൈയിൽ അന്തേരി വരുവാണെങ്കിൽ ഒരിക്കലും മറക്കല്ലേ ജസ്റ്റ് കേരള. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവത്തില്ല. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം തന്നെ ടാറ്റാ, ബൈ ബൈ.